ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ഒരു വലിയ കൃപയും അനുഗ്രഹവും ഒക്കെ നമ്മളോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഒരു സൈൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൊച്ച് ഒരു അടയാളം, ഒരു സൈൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് പോവുകയാണ്. ചിലർ ഇന്ന് കാണാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാൻ തുടങ്ങിയാലും ചില അടയാളങ്ങൾ കർത്താവ് നിങ്ങളെ കാണിക്കാൻ പോകുകയാണ്. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിച്ചു എന്ന് പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുന്ന വചനഭാഗങ്ങളിൽ ആ കേട്ട ശബ്ദത്തെ ഉറപ്പിക്കുന്ന ചില അടയാളങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പോകുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ അതൊരടയാളമാണ്. മഴ പെയ്യുന്നതിന് മുന്നമേയുള്ളൊരു അടയാളം. ഇതുപോലെ ദൈവം ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുകയാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയാലും അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മൾ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു കോ സ്പോൺസറാണ് പനപ്പള്ളി നഗറിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ സ്നാനമേൽക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, വാടകക്കാരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, വാടക ലഭിക്കുവാൻ, രാജുവിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് സൗഖ്യമാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ, നന്മകൾ കൂടെ ഇരിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുന്നമേ ഇന്ന് നമ്മുടെ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ്. ഈ മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൊച്ചിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലൈവായിട്ട് പ്രോഗ്രാം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കൊല്ലത്ത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ടുഡേ ഒരു മെഗാ ഫെസ്റ്റിവൽ തന്നെ വരാനായിട്ട് പോവുകയാണ്. എല്ലാവരും റെഡി ആവുക. അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഞാൻ ഇന്നലെ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനത്തെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. ഏറ്റവും വലിയ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം, ഏത് സ്നേഹത്തിൻ്റെയും പ്രദർശനം, മാനുഷിക സ്നേഹമാകട്ടെ, ദൈവസ്നേഹമാകട്ടെ, എന്ത് സ്നേഹം ആകട്ടെ, അതിൻ്റെ പ്രദർശനം നടക്കുന്നത് ഏതെങ്കിലും ലവ് മാരേജിലോ അല്ലെങ്കിൽ ലവ് മോണ്യുമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന പലതുമുണ്ട്. അതിലൊന്നാണ് താജ്മഹൽ. ഷാജഹാന് മുംതാസ് മഹലിനോടുള്ള സ്നേഹത്തെ അനശ്വരമാക്കുവാൻ വേണ്ടി പണിയപ്പെട്ട മഹാസൗധമായ താജ്മഹലിലോ അതുപോലുള്ള പലതും ഉണ്ടായിരിക്കും, ലവ് മെമ്മോറിയൽസ്. ഇതിലൊന്നിലുമല്ല ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം. പകരം കാൽവരി ക്രൂശിലാണ്. കാൽവരി ക്രൂശിൽ മനുഷ്യർക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നീചമായ, നിഷ്ഠൂരമായ, ഏറ്റവും കരുണയില്ലാത്ത, നിഷ്കരുണമായ, ഏറ്റവും ഹീനമായൊരു പ്രവൃത്തി ചെയ്തു. സ്രഷ്ടാവിനെ, തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു. വെറുതെ ക്രൂശിക്കുകയല്ല, ഒരു മനുഷ്യ ശരീരത്തെ എത്രത്തോളം പീഡിപ്പിക്കാമോ, വേദനിപ്പിക്കാമോ അത്രത്തോളം വേദനിപ്പിച്ചു കൊന്നു. എന്നാൽ തിരിച്ചിങ്ങോട്ട് ദൈവം ചെയ്തത് ആ പീഡിപ്പിച്ചവരെ കൊന്നുകളയോ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. കാരിരുമ്പാണികൾ കരങ്ങളിൽ കാട്ടാളന്മാരെ പോലെ നിൽക്കുന്ന
റോമൻ പടയാളികളെ അടിച്ചിറക്കുമ്പോൾ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലൊരു സ്നേഹം, ഇതുപോലൊരു ഭാവക്ഷമ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? കാണിച്ചു തരാമോ? വെല്ലുവിളിക്കാം. ഇന്നലെ ഞാൻ ഏഷ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുപോയി. കാരണം ആദ്യത്തെ 39 അധ്യായങ്ങളിൽ പഴയ നിയമത്തെ നിഴലിക്കുന്ന, കാണിക്കുന്ന കുറേ കാര്യങ്ങളും 40 മുതൽ 66 വരെയുള്ള രണ്ടാമത്തെ സെക്ഷനിൽ 27 അധ്യായങ്ങളിൽ പുതിയ നിയമ പുസ്തകങ്ങളുടെ അതേ എണ്ണം അധ്യായങ്ങളിൽ 40 മുതൽ ഒരു വലിയ ചേഞ്ച്. ഇവിടെ പറയുന്നത് എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത്? ഇതാ മരുഭൂമിയിൽ ഒരുവൻ, 3-ാമത്തെ വചനത്തിൽ 40:3 കാണുന്നു, മരുഭൂമിയിൽ ഇതാ ഒരു ശബ്ദം വരുന്നു, കർത്താവിന് ഇതാ പാത നിരപ്പാക്കിക്കോ. അങ്ങനെ വന്ന് പിന്നെ എല്ലാത്തിലൂടെ നമ്മൾ കയറി ഇറങ്ങിയില്ല. 52-ാമത്തെ അധ്യായത്തിലേക്ക് എത്തി. അവിടെ 52-ന്റെ 13 മുതൽ വായിക്കുമ്പോൾ, ഇതാ എൻ്റെ ദാസൻ, അവനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. 13-ാം വചനം മുതൽ ഇങ്ങനെ തുടങ്ങി 53-ാം അധ്യായത്തിൻ്റെ 12 വചനങ്ങളും എല്ലാം ചേർത്ത് പറയുന്ന ആ സെക്ഷൻ പറയുന്നത്, കർത്താവിന് തൻ്റെ സ്നേഹനിമിത്തം നമ്മുടെ പാപങ്ങളെ, രോഗങ്ങളെ, ശാപങ്ങളെ, മരണത്തെ എല്ലാം പേറി അവൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ആ ക്രൂശിൽ അവൻ പീഡകൾ അനുഭവിച്ച് ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ ശരീരം ഒരു മനുഷ്യ ശരീരമാണെന്ന് തിരിച്ചറിയുക പോലും ചെയ്യാത്ത രീതിയിൽ അവൻ്റെ ശരീരം മാംസരക്തങ്ങൾ ചിന്നിച്ചിതറി മനുഷ്യനാണെന്ന് പോലും തോന്നാൻ കഴിയാത്ത കോലത്തിലേക്ക് മാറണമെങ്കിൽ ആ ശരീരത്തെ, ഓ ഗോഡ്, എത്രയധികം മനുഷ്യർ പീഡിപ്പിച്ചിരുന്നു. ജസ്റ്റ് ഇമാജിൻ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ചിത്രീകരിക്കുന്ന എല്ലാ മൂവികളും, എല്ലാ നാടകങ്ങളും എന്തെല്ലാം ഉണ്ട് അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. പൂർണ്ണ പരാജയമാണ്. ഒരുപക്ഷെ ആർക്കും അത് ചിത്രീകരിക്കാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ബട്ട് ഇറ്റ് വാസ് ഫോർ us. 53-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു. അതിൽ 2-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, കണ്ടാൽ പോലും ആർക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നില്ല യേശു എന്നാണ് ഇവിടെ പറയുന്നത്. ഐ ഡോണ്ട് നോ, കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫോ ഫുട്ടേജുകളോ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. പിന്നെ ലിയനാർഡോ ഡാവിൻചി പോലെ, മൈക്കൽ ആഞ്ചലോ പോലെ പലരും, പല ചിത്രകാരന്മാരൊക്കെ വരച്ച ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. അത് ഒരുപക്ഷെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് തൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടതാണോ, താൻ ജീവിച്ചിരുന്ന കാലത്തും ഒരു ഓർഡിനറി മാൻ എന്നതിൻ്റെ അപ്പുറത്ത് അധികം ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥത്തിലാണോ, എനിക്ക് വ്യക്തമായി പറയാൻ അറിയില്ല. 3-ാമത്തെ വചനത്തിലേക്ക് വരാം. ഐസയ 53:3. He was rejected. He was despised and rejected by mankind. A man of suffering and familiar with pain, like one from whom people hide their faces. He was despised and we held him in low esteem. ഇത് മനുഷ്യർ അവനെ തള്ളി തിരസ്കരിച്ചു. എനിക്കിത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. വളരെ ലോ എസ്റ്റീമിലാണ് എല്ലാവരും അവനെ കണ്ടതെന്ന്. അവനൊരു വിലയും കൊടുത്തില്ല. 4-ാമത്തെ വചനത്തിൽ, surely he took up our pain and bore our suffering, and we considered him punished by God, stricken by him and afflicted. കണ്ടോ, അവിടെ പറയുന്നതനുസരിച്ച് അവൻ നമ്മുടെ രോഗങ്ങളും എല്ലാം വഹിച്ചു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മത്തായി ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. യേശു രോഗസൗഖ്യ ശുശ്രൂഷയുമായി ഊരുകൾ തോറും സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഈ ഏശയ്യാവ് 53:4 അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. He took up our pain and bore our suffering എന്ന് പറയുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ രോഗങ്ങളും
ഇതെല്ലാം അവൻ ഏറ്റെടുത്തു. 5-ാമത്തെ വചനത്തിൽ, ബട്ട് ഹി വാസ് പിയേഴ്സ്ഡ് ഫോർ ആർ ട്രാൻസ്ഗ്രഷൻ, നമ്മുടെ ലംഘനങ്ങൾ നിമിത്തമാണ് അവൻ തുളയ്ക്കപ്പെട്ടത്. ആൻഡ് ഹി വാസ് ക്രഷ്ഡ് ഫോർ ആർ ഇനിക്വിറ്റീസ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് അവൻ തകർക്കപ്പെട്ടത്. The punishment that brought us peace was on him. നമുക്ക് സമാധാനം വരേണ്ട ശിക്ഷ അവൻ്റെ മേലായി. And by his wounds we are healed. അവൻ്റെ മുറിവുകളാൽ അല്ലെങ്കിൽ അവൻ്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യമായിരിക്കുന്നത്. By his stripes we are healed. 1 പത്രോസ് 2:24 അതുപോലെ തന്നെ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. സ്ട്രൈപ്സ് എന്ന് പറയുമ്പോൾ 39 അടി ബാക്കിൽ അടിച്ച്, ഇതെപ്പോഴും ഞാൻ പറയാനുള്ള കാര്യം, അടിയിട്ടു. ആ അടിപ്പിണറുകൾ, സ്ട്രൈപ്സ്, അതിനാലാണ് എൻ്റെ സൗഖ്യം. വിശ്വസിക്കാൻ പറ്റും. ഇന്നും ആ സൗഖ്യം ഏറ്റെടുക്കാം. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റ അടി മുഖാന്തരമുള്ള സൗഖ്യത്തെ ഇന്ന് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഇന്നും രോഗികൾ, ലോകമെമ്പാടും രോഗസൗഖ്യ ശുശ്രൂഷ നടക്കുമ്പോൾ അതിൻ്റെ ആധാരം എന്താണ്? വിശ്വാസമാണ് ആധാരം എന്നൊക്കെ പറയും. പക്ഷേ വിശ്വസിക്കുന്നത് എന്തിലാണ്? യേശുവിൻ്റെ അടിപ്പിണരുകൾ. 30 അടി, 1 കുറയ 40. That means 40 - 1 is equal to 39 stripes. 6-ാം വചനത്തിൽ, we all like sheep have gone astray. നമ്മളെല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റിയിരുന്നു. Each of us has turned to our own way. പ്രത്യേകിച്ച് അന്നത്തെ ശിഷ്യന്മാരെല്ലാവരും ചിതറിപ്പോയി. The Lord has laid on him the iniquity of us all. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, മറ്റൊരാളാണ് തെറ്റ് ചെയ്ത്, പക്ഷെ എന്നെ കുറ്റം ആരോപിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം എന്താ? അങ്ങനെയെങ്കിൽ ആദാം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും കുറ്റം ഒരു വ്യക്തിയുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ ആ പാപത്തിൻ്റെ ഹെവിനെസ്, വെയിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. He was oppressed and afflicted. ഇതൊന്ന് വായിക്കുന്നത് നല്ലതാണ്, ആരും തിരക്ക് പിടിക്കല്ലേ. He was oppressed and afflicted, yet he did not open his mouth. അവൻ അതുപോലെ ദണ്ഡിപ്പിക്കപ്പെട്ടിട്ടും വാ തുറന്നില്ല. He was led like a lamb to the slaughter. അറവുശാലയിലേക്ക്, അറവുകാരൻ്റെ അടുക്കിലേക്ക് ഒരു ആടിനെ കൊണ്ടുപോകുന്നത് പോലെ അവനെ കൊണ്ടുപോയി. And a sheep before its shearers is silent, so he did not open his mouth. എന്ന് വെച്ചാൽ രോമം കത്തിരിക്കുന്ന ചെമ്മരിയാടുകൾ രോമം കത്തിരിക്കുന്നവരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ആ ആട് ഒന്നും മിണ്ടാതെ നിന്നു കൊടുക്കുന്നത് പോലെ ഈ പീഡനങ്ങളിൽ കർത്താവ് വാ തുറക്കാതെ നിന്നു. 8-ാമത്തെ വചനത്തിൽ, by oppression and judgment he was taken away. Yet who of his generation protested? For he was cut off from the land of the living. For the transgression of many people was, for the transgression of many my people he was punished. എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവൻ ശിക്ഷിക്കപ്പെട്ടു. ഓൺ ആൻഡ് ഓൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ he was assigned a grave with the wicked and with the rich in his death. തൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടിയായിരുന്നു. അരിമത്യക്കാരൻ യോസഫ് വലിയ സമ്പന്നനായിരുന്നു. അവൻ്റെ പുതുതായി വെട്ടിയെടുത്ത ആരെയും വെച്ചിട്ടില്ലാത്ത കുഴിയിലാണ്, സെപ്പൾക്കറിലാണ്, ടൂമിലാണ് അവനെ വെച്ചത്. Though he had done no violence, nor was any deceit in his mouth. അവൻ്റെ വായിൽ യാതൊരു തെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. 10-ാമത്തെ വചനത്തിൽ, it was the Lord's will to crush him and cause him to suffer. Though the Lord makes his life an offering for sin, and he will see his offspring and prolong his days, and the will of the Lord will prosper in his hand. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മലയാളത്തിൽ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സ്ക്രീനിൽ. ഞാൻ എല്ലായിടത്ത് സംസാരിക്കുന്നില്ല. താഴേക്ക് വരുമ്പോൾ ആ 12-ാമത്തെ വചനം വരെ വളരെ ശക്തമായി ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പിക്ചറൈസ് ചെയ്തിരിക്കുക. ഇത് നടന്ന ശേഷമാണെങ്കിൽ സുവിശേഷങ്ങളിൽ 4-ലും യേശുവിൻ്റെ ക്രൂശീകരണവും അതിനു മുമ്പുള്ള പീഡാനുഭവവും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. കണ്ടവരും ദൃക്സാക്ഷികളുമാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതല്ല. ഇത് മശിഹ ജനിച്ചിട്ട് പോലുമില്ല.
ആത്മാവിൽ വെളിപാടിൽ കണ്ട് ആ റെവലേഷൻ കിട്ടി യെശയ്യാവ് അത് എഴുതി വച്ചിരിക്കുകയാണ്. സോ തൻ്റെ പ്രവചനത്തിൻ്റെ ഷാർപ്പ്നെസ് നോക്കൂ. ഇതുകൂടാതെ 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ കന്യകയിൽ ജനിക്കുമെന്നും 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ അവന് സമാധാന പ്രഭു, നിത്യപിതാവെന്ന് വിളിക്കപ്പെടുമെന്നും ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു എല്ലാം പ്രവചിച്ചിട്ടുണ്ട്. ഇനി 54-ലേക്ക് വരിക. ഇവിടെയാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. 54-ാം അധ്യായത്തിൻ്റെ 1, സിംഗ് ബാരൻ വുമൺ, യു ഹു നെവർ ബോർ എ ചൈൽഡ്, burst into song, shout for joy, you who were never in labor, because more are the children of the desolate woman than of her who has a husband, says the Lord. 54 മുതൽ അങ്ങ് ഭയങ്കര സന്തോഷമാണ്. അവിടെ പറയുന്നത് സിംഗ് ബാരൻ വുമൺ, അതായത് ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ലാത്ത മച്ചിയായ സ്ത്രീയെ പാട്ട് പാടിക്കോളാൻ. ഇതാണ് ചിലരോട് എനിക്ക് പറയാനുള്ളത്. യേശു കർത്താവ് യെശയ്യാവിൻ്റെ പുസ്തകം 52-ാം അധ്യായം 13 മുതൽ 52-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വരെയുള്ള ഭാഗത്ത് രക്ഷകൻ ശിക്ഷ അനുഭവിക്കുന്നു, നമുക്ക് രക്ഷ നൽകുവാൻ അവൻ ശിക്ഷിക്കപ്പെടുന്നു. ഇനിയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്, നമ്മുടെ അനുഗ്രഹം തുടങ്ങുന്നത്. These are the benefits and blessings from the cross, from the suffering of the servant. ഈ യഹോവയുടെ ദാസനായി വെളിപ്പെടുന്ന മശിഹ നമുക്ക്, ഓ മൈ ഗോഡ്, ഒന്ന് ശ്രദ്ധിക്കണം. ഇനി വേറെ എല്ലാ പരിപാടിയും നിർത്തിക്കേ, എല്ലാ പരിപാടിയും നിർത്തി ഇനിയുള്ള മിനിറ്റുകളൊന്നും എന്നെ ശ്രദ്ധിച്ചു. വേറെ എല്ലാ പരിപാടിയും നിർത്തിക്കോ. നോക്ക് ഈ ക്രൂശിൻ്റെ റിസൾട്ട്, യേശു കർത്താവ് ക്രൂശിൽ ഇത്രയും പങ്കപ്പാട് വഹിച്ചത് ദുഃഖവെള്ളിയാഴ്ച അവനെ ഓർക്കാനും ഈ എല്ലായിടത്തൊന്ന് റോഡിലൂടെ ഒക്കെ ഒന്ന് പോയി പ്രദർശിപ്പിക്കാനും ഒന്ന് കരയാനും കൈപ്പൊള്ളം കുടിക്കാനും ഒന്നുമല്ല. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ബെനഫിറ്റ്സ് ആണ് 54-ാം അധ്യായം മുതൽ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലെന്ന് നോക്കുക. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. യേശു കർത്താവ് ക്രൂശിൽ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത് അവനൊരു സന്തതിയെ കണ്ട് സന്തോഷിക്കാൻ. ആ സന്തതിയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ പ്രസവിക്കാത്ത മച്ചി, ഇന്ന് വരെ ഒരു 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 കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ലാത്ത ഒരു വന്ധ്യയായ സ്ത്രീ, അവളോട് പാടിക്കൊള്ളാനാണ് പറയുന്നത്. ഒരു തരത്തിൽ അത് പറയുന്നത് പഴയ നിയമത്തിലെ സഭയാണ്. പഴയ നിയമത്തിലെ സഭയ്ക്ക് ഒന്നും ഒരു ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുക. കാരണം burst into song, shout for joy. നമ്മൾ പാടുന്നല്ലേ യഹൂദന്മാരുടെ പാട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല. കൂടാര പെരുന്നാളൊക്കെ വരുമ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വയലന്റ് കൈൻഡ് ഓഫ് സിംഗിങ് ആൻഡ് ഡാൻസിങ്. പൂർണ്ണ ശക്തിയോടെ, ദാവീദാണേലും പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ നൃത്തം ചെയ്യുന്ന ഒത്തിരി നൃത്തരൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഭംഗിയായും ചുവടുകൾ വെച്ച് മുദ്രകളൊക്കെ കാണിച്ചുള്ള ഭയങ്കരമായ പാട്ട്, നൃത്തരൂപങ്ങളുണ്ട്. എന്നാൽ യഹൂദന്മാരുടെ നൃത്തരീതി എന്ന് പറയുന്നത് അവരുടെ മ്യൂസിക്കോടുകൂടെ അവർ പാടി നൃത്തം ചെയ്താൽ, സാധാരണ എല്ലാ കൾച്ചറിലും സ്ത്രീകൾ ഇങ്ങനെ നൃത്തം ചെയ്യും. പക്ഷേ ഇസ്രായേലിലെ പ്രത്യേകത, പുരുഷന്മാർ വളരെ വയലൻ്റായി, വയലൻ്റ് ഇൻ ദ സെൻസ് പൂർണ്ണ ശക്തിയോടെ അവർ കറങ്ങിയും ഭയങ്കരമായൊരു നൃത്തമുണ്ട് അവർക്ക്. അവർ സന്തോഷിക്കുമ്പോൾ ശരിക്കങ്ങ് സന്തോഷിക്കും. That means every single cell in our body, every single fiber in the body will involve in the dancing. അവരോടൊക്കെ കർത്താവ് പറയുന്നു, ഇന്ന് വരെ നൃത്ത ചുവടുകൾ വെച്ചിട്ടില്ലാത്തവരുടെ വിലാപങ്ങളെ നൃത്തമാക്കി കർത്താവ് മാറ്റാൻ പോവുക. എനിക്ക് ഒരു ഡാൻസ് അറിയില്ല, ഞാൻ ഡാൻസ് കളിക്കാൻ പോയിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. ഷെമാ സിസ്റ്റർ ഭയങ്കര ഒരു ഡാൻസറായിരുന്നു, കേട്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത്. ഒത്തിരി നല്ല ഡാൻസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാഭിഷേകം വരുമ്പോൾ ദൈവസന്നിധി ഞാൻ ഒത്തിരി തുള്ളിച്ചാടി ഡാൻസ് കളിച്ചിട്ടുണ്ട്.
അത് ഏത് ചുവടെന്നൊന്ന് ഡാൻസിൻ്റെ സ്റ്റെപ്പെന്ന് എന്നോട് ചോദിക്കരുത്. ആത്മാവിൽ ആ സമയത്ത് ഉള്ളുവോ ചാടുവോ. ചിലർക്ക് എൻ്റെ ഡാൻസ് ഒരു കാട്ടാള നൃത്തം പോലെയൊക്കെ തോന്നിയേക്കും. പക്ഷേ നെവർ മൈൻഡ്. ദ ജോയ് വരുമ്പോൾ ദിസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ ക്രോസ്. ഈ അതിലോട്ട് ഞാൻ കയറിയിട്ടില്ല, വരുന്നുള്ളൂ. ഇന്ന് എനിക്കെല്ലാം തീർക്കാൻ സാധ്യമല്ല. നാളെ കൊണ്ട് കുറേ പറഞ്ഞു പിടിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബെയർ വിത്ത് മീ. ഇനി ബിക്കോസ് മോർ ആർ ദ ചിൽഡ്രൻ ഓഫ് ദ ഡെസലേറ്റ് വുമൺ ദാൻ ഓഫ് ഹെർ ഹു ഹാസ് എ ഹസ്ബൻഡ്, സേസ് ദ ലോർഡ്. കാരണം ഭർത്താവുള്ള സ്ത്രീയുടെ മക്കളെക്കാൾ കൂടുതലായിരിക്കും ഭർത്താവില്ലാത്ത ഈ സ്ത്രീയുടെ മക്കൾ. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്ത് കർത്താവ് വലിയ ചില ഫ്രൂട്ട് പുറപ്പെടുവിക്കുകയാണ്. അതായത് നമ്മിൽ ജനങ്ങളിൽ ഒരു ഫ്രൂട്ടുമില്ല, ഒന്നും കൊടുക്കാനില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും കാഴ്ചവെക്കാനില്ല. പക്ഷേ എൻ്റെ ദാസൻ കഷ്ടപ്പെട്ടത് നിമിത്തം ഒരു വലിയ റിസൾട്ട് വരാൻ പോകുന്നു. 2, enlarge the place of your tents, stretch your tent curtains wide, do not hold back, lengthen your cords, strengthen your stakes. ശരിക്കും നിങ്ങളുടെ കൂടാരത്തിൻ്റെ കുറ്റിയൊക്കെ അഴിച്ച് വിശാലമാക്കിക്കോളാൻ. ഇത് പറയുന്നത് വന്ധ്യയായൊരു സ്ത്രീയോടാണ്. ഒരു കുഞ്ഞിനെ പോലും കണ്ടിട്ടില്ല. ഒരു കൊച്ചു സ്ഥലം മതി ഒരു വിധവയായൊരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാൻ. പക്ഷേ കർത്താവ് പറയുന്നത് നിന്റെ കൂടാരമൊക്കെ അഴിച്ച് സ്ട്രെച്ച് ചെയ്തോ, കാരണം അത്രയും മക്കളെ ഞാൻ നിനക്ക് തരാൻ പോവുക. 3-ാമത്തെ വചനത്തിൽ you will spread out to the right and to the left. Your descendants will dispossess nations and settle in their desolate cities. അവിടെ പറയുന്നത് you will spread out to the right and to the left. നീ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ പരക്കാൻ പോവുക. Your descendants will dispossess nations. പല രാജ്യങ്ങളെയും നീ കൈയടക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, വളരെ തകർന്നു കിടക്കുന്ന പട്ടണങ്ങളിൽ നിനക്ക് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകും. 4-ാമത്തെ വചനം കൂടി ഒന്ന് നോക്കി. ഡു നോട്ട് ബി അഫ്രൈഡ്, യു വിൽ നോട്ട് ബി പുട്ട് ടു ഷെയിം. ആരോടോ പരിശുദ്ധാത്മ പറയാണ്, പേടിക്കണ്ട, ഭയപ്പെടണ്ട, നീ ലജ്ജിച്ചു പോവില്ല. ഏറ്റെടുക്കാമോ? എഴുതി വെക്ക്. ഒന്ന് ലൈവ് ചാറ്റിലിടാമോ? ഭയപ്പെടരുത്, ലജ്ജിച്ചു പോകുകയില്ല. ടൈപ്പ് ചെയ്തിടാമോ? ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഡു നോട്ട് ഫിയർ ഡിസ്ഗ്രേസ്. നീ അപമാനത്തെ ഭയപ്പെടരുത്, നാണക്കേട് ഒന്നും നീ വിചാരിക്കണ്ട. യു വിൽ നോട്ട് ബി ഹ്യൂമിലിയേറ്റഡ്. നിന്നെ ഒരിക്കലും ആളുകൾ താഴ്ത്തിക്കെട്ടുകയില്ല, തരം താഴ്ത്തുകയില്ല. യു വിൽ ഫോർഗെറ്റ് ദ ഷെയിം ഓഫ് യുവർ യൂത്ത് ആൻഡ് റിമെമ്പർ നോ മോർ ദ റീപ്രോച്ച് ഓഫ് യുവർ വിഡോഹുഡ്. നിന്റെ യൗവനത്തിലെ ലജ്ജയോ ഒന്നും, നഗ്നതയോ ലജ്ജയോ ഒന്നും എല്ലാം നീ മറന്നുപോകും. എന്ന് വെച്ചാൽ കഴിഞ്ഞകാല പാപങ്ങൾ, ചെറുപ്പമായിരുന്ന സമയത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ഇതെല്ലാം കർത്താവ് മായ്ച്ചു കളയാൻ പോകും. മറ്റൊരർത്ഥത്തിലാണ് ഇസ്രായേലിനോടത് പറയുന്നതെങ്കിലും ഞാൻ പേഴ്സണലൈസ് ചെയ്ത് പറയുകയാണ്. റിമെമ്പർ നോ മോർ ദ റീപ്രോച്ച് ഓഫ് യുവർ വിഡോഹുഡ്. നിന്റെ വൈധവ്യത്തിൻ്റെ നിന്ന നീ ഓർക്കേണ്ടി വരില്ല. അതുപോലെ അത് നിന്നിൽ നിന്നും എടുത്തു മാറ്റി. ചുരുക്കി പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ കർത്താവ് ക്രൂശിൽ ചെയ്തെടുത്ത കാര്യങ്ങളുടെ വെളിപാട് നമുക്ക് കിട്ടിയാൽ, ഓ മൈ ഗോഡ്, ജീവിതകാലം മുഴുവൻ നിത്യതയിലും നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാനുള്ള വകുപ്പ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ക്രിസ്തീയത ഒരു മതമായി അധപ്പതിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതൊന്നും നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. 5-ാമത്തെ വചനം നോക്കിയേ. For your maker is your husband. നിന്റെ സ്രഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ഹലോ, നിന്റെ സ്രഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. The Lord Almighty is his name. സർവശക്തനാ എന്നാകുന്നു അവൻ്റെ നാമം. The Holy One of Israel is your Redeemer. നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ. He is called the God of all the earth. അവനാണ് സകല ഭൂമിയുടെയും ദൈവം. ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. പക്ഷെ ഇനിയുള്ള ഭാഗത്ത് പുതിയ ഉടമ്പടിയുടെ ചില പ്രത്യേകതകളും നന്മകളും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നാളെ എനിക്ക് പറയാൻ സമയമുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം
ഏശയ്യാവ് 52 53 കാണുന്ന ക്രൂശിന്റെ വചനമാണ്. അത് ഒത്തിരി പേർക്ക് മനസ്സിലാവും. പക്ഷേ രക്ഷിക്കപ്പെടുന്ന എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ, ഓ ഗോഡ്, യു വിൽ നെവർ ബി ദ സെയിം. ഒരു വലിയ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ, ദൈവിക നന്മകളിൽ നിറയാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ പുറത്തു വരേണ്ട നമ്മൾ അറിഞ്ഞാൽ മതി, നമ്മുടെ ജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നത് ക്രൂശാണ്. അവിടെ നിന്നുള്ള ഒഴുക്കാണ് നമുക്ക് നിത്യജീവൻ തന്നതും ബാക്കിയുള്ള സകല സപ്ലൈയും തന്നത്. ഇതൊക്കെ തെളിയിക്കാൻ ഒത്തിരി വചനങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് ഇന്ന് പോകുന്നില്ല. ഇത്ര ഒന്ന് മനസ്സിൽ വയ്ക്കുക. മാത്രമല്ല, എല്ലാ ദിവസവും പറയുന്ന കാര്യം ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഈ ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഒരുക്കി തന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിലൂടെ ഒത്തിരി പേരെ നമുക്ക് വചനം അറിയിക്കണം. ഇതൊരു വലിയ ഉണർവാണ്, ഉണർവിൻ്റെ മൂവാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ സ്പോൺസർ ചെയ്യാം. അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് തലമുറകൾക്കും കർത്താവ് തരും. കാരണം എനിക്കല്ല നിങ്ങൾ തരുന്നത്, ബ്ലെസ്സിങ് ടുഡേക്കല്ല കൊടുക്കുന്നത്. യു ആർ ഗിവിങ് ടു ദിസ് ഗോഡ്. രക്ഷ സൗജന്യം, എന്നാൽ അതിൻ്റെ മിനിസ്ട്രി, അതിൻ്റെ ശുശ്രൂഷ സൗജന്യമല്ല, അതിന് പണച്ചെലവുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കുമെങ്കിൽ സ്ക്രീനിലെ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കുകയും മനസ്സിലാക്കുകയും വെബ്സൈറ്റ് സന്ദർശിക്കുകയും ചെയ്യുക. ഇന്നത്തെ ഈ മെസ്സേജ് അതിൻ്റെ യൂട്യൂബിലൊക്കെ കാണുന്നു. അതിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ലിങ്ക് വാട്സപ്പ് സ്റ്റേറ്റസ് ആയിട്ടൊക്കെ ഇടുക. പിന്നെ നിങ്ങൾക്കറിയാം എവിടെയൊക്കെ കൊണ്ടുപോയി ഇടാമോ, അവിടെ ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഒക്കെ അങ്ങ് ഇടുക. അതിലൂടെ ഒത്തിരി അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുനാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ഭയങ്കരമായ ഭാരം അകത്തുള്ള ചിലരെ കർത്താവ് ഫെദർ പോലെ, തൂവൽ പോലെ വെയ്റ്റ്ലെസ് ആക്കി മാറ്റുകയാണ്. ആ ഭാരം കർത്താവ് എടുത്തു മാറ്റും. കൊച്ചുമക്കളെ കുറിച്ച് ആധി പിടിച്ചിരിക്കുന്ന ചിലരെ ഞാൻ കാണും. എന്നാൽ ആ കൊച്ചുമക്കളെയും കർത്താവ് തന്നത് കർത്താവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. ആധി വിട്ടൊഴിയുക. ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സ്വന്തം ബോഡി തന്നെ അതിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആ രീതിയിലുള്ള എന്തൊരു രോഗം, സ്വന്തം ബോഡിയിൽ തന്നെ അറ്റാക്ക് നടന്നിട്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്തൊക്കെയോ നശിച്ചു പോകുന്നൊരു രോഗം, യേശുവിൻ്റെ നാമത്തിൽ അത് മാറി സൗഖ്യമാകട്ടെ. മെൻ്റൽ ഇൽനെസ് സൗഖ്യമാകട്ടെ. കൈനീട്ടി പിടിക്കാം. കർത്താവെ, ഈ കൈനീട്ടിയിരിക്കുന്നവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ഫോൺ എടുത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി പലർ പ്രാർത്ഥിക്കും. അതിലൊരു വിടുതലുണ്ട്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. you.